രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തീരുമാനം KPCC അധ്യക്ഷൻ പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതിനിടെ രാഹുലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് പുരോഗതി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണമോ എന്നതിൽ പല അഭിപ്രായങ്ങളാണ് പാർട്ടിക്കുള്ളിൽ. തെരഞ്ഞെടുപ്പ് കാലത്തെ നിർണായക നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ ഭരണപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിക്കേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് നേതൃത്വം. അന്തിമ തീരുമാനം KPCC നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലാണ് AICC. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്നും സണ്ണി ജോസഫ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിഫിസില്ല. തീരുമാനിക്കാം. രാഹുലിനെതിരായ അന്വേഷണത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനില്ലെന്ന പരാതിക്കാരുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമ ഉപദേശം തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമാണോ എന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ പരാതിക്കാരുടെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.